നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പഴംപൊരിയിൽ നിന്ന് നല്ല ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കാനും അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ആരെങ്കിലും ഈ ചാനൽ ഇന്ന് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടി ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പഴംപൊരി റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിനകത്തോട്ടേക്ക് 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അരിപ്പൊടി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണിനടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 പിഞ്ച് ഉപ്പ് കൂടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ്. 2-2.5 ടേബിൾ സ്പൂണിനടുത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി ഞാൻ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. തേങ്ങയുടെ 1/4 പാൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു ചെറിയ ബൗളിനകത്ത് മുഴുവനായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കി നമ്മൾ വെള്ളമോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ട് തന്നെ മുഴുവനായിട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അതേ പാകത്തിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ ഒന്നുകിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നിങ്ങൾക്ക് ലൂസാക്കി എടുക്കാം, അതല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ചിട്ടും. എന്തായാലും ഒരു കുഞ്ഞു ബൗളിനകത്തെങ്കിലും തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അതാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. അതുപോലെ തേങ്ങ ചിരകിയതൊക്കെ നല്ല ടേസ്റ്റിയാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ നല്ല കട്ടിയായിട്ടുള്ളത് ഞാൻ ഒരിത്തിരി തേങ്ങാപ്പാൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഇത്തിരി കൂടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ടേക്കുള്ള പഴം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പഴംപൊരി റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് നേന്ത്രപ്പഴം തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പഴം വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. മധുരം എന്തായാലും നിങ്ങൾ കുറച്ച് കൂടുതൽ ഉപയോഗിക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു സാൻഡ്വിച്ച് ബാഗ് ഒന്ന് മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കാം, അതല്ലെങ്കിൽ ബട്ടർ പേപ്പറോ ഫോയിലോ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇപ്പോൾ പ്ലാസ്റ്റിക് കവർ ആകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് റെഡിയാക്കി എടുത്താലും മതി. ഇനി പഴം ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ കവറിനകത്തോട്ടേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചപ്പാത്തി കോലാണ്. ഇതുപോലെ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം കോല് വെച്ചൊന്ന് അടിച്ചെടുത്തതിന് ശേഷം കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്ററിനകത്തോട്ടേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനകത്തോട്ടേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഫൈനലായിട്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു സ്പൂണിനടുത്ത് വെള്ള കളറുള്ള വെളുത്ത എള്ളുണ്ടല്ലോ, ആ എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർക്കുമ്പോഴാണ് ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഈ പഴം ഇതിനകത്തോട്ടേക്ക് മുക്കി നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഈ ഒരു ബാറ്റർ ഞാനൊരു പ്ലേറ്റിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ പഴം ചേർത്ത് കൊടുക്കാൻ മുഴുവനായിട്ട് ശരിക്കൊന്ന് ഡിപ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിനകത്തോട്ടേക്ക് പഴം ചേർക്കാം. ബാറ്ററിനകത്ത് നന്നായി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പഴം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാനിനകത്തോട്ടേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് പഴം ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. പഴം ചേർത്ത് കഴിഞ്ഞാൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് നമ്മൾ സാധാരണ പഴം പൊരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലില്ലേ, അതേ ഷെയ്ഡിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സാധാരണ പഴം പൊരിക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടൊക്കെ ചെയ്യാറില്ല, അതുപോലെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതലും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ വീട്ടിൽ ചെറിയ ഫംഗ്ഷനൊക്കെ കുറച്ച് വിരുന്നുകാരൊക്കെ വരുന്ന ടൈമിലാണെങ്കിലും നമ്മൾ ഇതുപോലെ സെർവ് ചെയ്യുമ്പോൾ കാണാനാണെങ്കിലും നല്ലൊരു ഭംഗിയായിരിക്കും. പിന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പഴംപൊരിയിൽ നിന്ന് നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നത് കൊണ്ട്, പിന്നെ നമ്മൾ അതിനകത്ത് എള്ളും തേങ്ങ ചിരകിയതൊക്കെ ചേർക്കുന്നത് ഒരു ഡിഫറൻസ് തന്നെയാണ്. നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് 2 സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നല്ല മൊരിഞ്ഞതുപോലെ തോന്നുമ്പോൾ നിങ്ങൾക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ
സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എന്തായാലും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിനകത്ത് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അരിപ്പൊടിയിൽ മാത്രം ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.